ആഹാ, എന്ത് ശാന്തമായ അന്തരീക്ഷം, സ്വസ്ഥം, സമാധാനം. ഇതെന്തോ ഒരു പുക. ആന്റണേ, ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. ടാറുണ്ട്, നിക്കോട്ടിൻ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കൂടെ 7000 കെമിക്കൽസ്. നിന്നൊക്കെ ആരാടാ ഇങ്ങോട്ടേക്ക് കടത്തി വിട്ടെ? പോയി നിന്നെ മുതലാളിയോട് ചോദിക്കടാ, ചീളി ചെക്ക. ഹേ ഗായ്സ്, വേഗം പോയി പണി തുടങ്ങിക്കോളൂ. എടാ കൊച്ചേർക്ക, നീ എന്താണ് അവിടെ കാണിക്കുന്നേ? ഞാൻ ചേട്ടന്റെ ഈ വാടൊക്കെ ഒന്ന് ബ്ലാക്ക് പെയിന്റ് അടിക്കുക, എന്നാലല്ലേ നമുക്ക് COPD, IPD, ലങ് ക്യാൻസർ ഒക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആഹാ, എന്റെ ബ്രെയിനേട്ടായി ഇത് അറിഞ്ഞാലുണ്ടല്ലോ, കാണിച്ചരാടാ, ഒക്കത്തിനും കാണിച്ചരാ. ബ്രെയിനേട്ടായി വേഗം സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ സിഗ്നൽ കൊടുക്ക്. ആഹാ, എന്തു രസമാണീ നിക്കോട്ടിൻ. ഏത് ബ്രെയിനേട്ടായിനൊക്കെ തീർത്ത്. ഹേ ഗായ്സ്, നിങ്ങൾ പോയി DNA അറ്റാക്ക് ചെയ്ത് അങ്ങ് ബ്രേക്ക് ചെയ്തേക്ക്. അതിൽ തുടരുത്, ഒന്ന് പോടേക്ക. ആഹാ, അത്രക്കായ. ഇമ്മ്യൂൺ സെൽസ് ഗെറ്റ് റെഡി ആൻഡ് അറ്റാക്ക്. വിരലുകൾ 5, തള്ളവിരൽ മടക്കി നേരെ തിരിച്ച്. ഈ കാർബൺ മോണോക്സൈഡ് കാരണം ഞങ്ങൾക്ക് തന്നെ ശ്വസിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, ഇത് ഇങ്ങനെ പോയ അൺകൺട്രോളബിൾ സെൽ ഗ്രോത്ത് ആവുമല്ലോ അണ്ണ. അതിനല്ലേ ക്യാൻസർ എന്ന് പറയാം. ഈശ്വര, വീണ്ടും കെമിക്കൽസ് എത്തിയല്ലോ. മുതലാളി പുക വലിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിനക്കറിയോ, ഈ വരുന്ന 7000 കെമിക്കൽസിൽ 70 എണ്ണത്തോളം ഹൈലി ക്യാൻസറസ് ആണ്. എനിക്ക് ചൂടും പുകയൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ പ്രൊട്ടക്റ്റീവ് ലൈനിങ്ങിനെ പൊള്ളിക്കുന്നുണ്ട്. പൊള്ളും, ഇനിയും പൊള്ളും. അങ്ങനെ നീ നീറി ഇല്ലാണ്ടാവണം. മക്കളെ, നിങ്ങൾ ചെന്നാൽ DNA എല്ലാം നശിപ്പിച്ചേച്ചു വാ. വേഗം വാടാ, എനിക്കത് നശിപ്പിക്കാൻ ധൃതിയായി. മക്കളെ വേണ്ട, ഞാൻ ബ്രേക്ക് ആയ മൊത്തം ഇൻസ്ട്രക്ഷൻ തെറ്റിപ്പോവും. സെൽസ് എല്ലാം മിസ്റ്റേക്ക് ചെയ്തു തുടങ്ങും. അതൊക്കെ വലിയ പ്രശ്നമാവൂടാ. പ്രശ്നമാവണല്ലോ, അതിനല്ലേ ഞങ്ങളൊക്കെ വന്നത്. ഗായ്സ്, അറ്റാക്ക്. അയ്യോ, നീയൊക്കെ ചോര തൂറി ചാവൂടെ തിണ്ടികളെ. യു ഗൈസ് അവിടെ എൻജോയ്. ഇവനെ കൊണ്ട് ഞാൻ നാളെയും വലിപ്പിച്ചോണ്ട് അഡിക്ഷൻ മൂഡ് ഓണാണ്. കാരണം ഇവരെ എല്ലാം സ്മോക്കിങ്ങിന് അടിമകളാക്കുന്നത് ഞാനാണ്. ഏത് എടാ, എനിക്ക് എന്റെ ശക്തി എല്ലാം ചോർന്ന് പോകുന്ന പോലെ ഫീൽ ആവുന്നു. എനിക്ക് ശരിക്കും ഫംഗ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എടാ, അതിന് കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ഒരു ഫ്രീ റാഡിക്കലിനെ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ ഉള്ളിൽ കയറി നമ്മുടെ നല്ല ഭാഗം എല്ലാം എടുത്തോണ്ട് പോകും. ലൈക്ക് ഒരു മെറ്റൽ തുരുമ്പ് പിടിച്ച് നശിക്കുന്ന പോലെ. അപ്പൊ ശരീരത്തിൽ ഒരുപാട് വേദന ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കടാ. ആഹാ, എത്ര നല്ല ശരീരമായിരുന്നു. ഇനി മുതൽ ഇത് നമ്മുടെ ഏരിയ. നിന്നെ ഒക്കെ ഇന്ന് ഞങ്ങൾ കൊല്ലൂടാ. അതൊക്കെ പണ്ട് ശരീരം നല്ല രീതിക്കായിരുന്നപ്പോ. ഇപ്പൊ നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ല പവിത്ര. നീ പോ മോനെ ദിനേശ. നമുക്ക് പെട്ടെന്ന് വളർന്നു വരിക ഫുഡ്, ഓക്സിജൻ എല്ലാം വേണം. വേഗം പോയി മറ്റുള്ള ഹെൽത്തി സെൽസിന് എടുത്തോണ്ട് വാ. പോ പോ പോ. ഈ അൺകൺട്രോളബിൾ സെൽ ഗ്രോത്ത് എന്റെ ഒരു ട്യൂമർ ആക്കി. ഇനി എനിക്ക് എവിടേക്ക് വേണമെങ്കിലും ഈസിയായി സ്പ്രെഡ് ആവാം. താങ്ക് യു മുതലാളി, വലിച്ചു എന്നെ വരുത്തിച്ചതിന് നന്ദിയുണ്ടേ.